ആസ് എ ഫ്രണ്ട് ഷീസ് ഓപ്പൺ, ഷീ ടെൽ എവറിത്തിങ് ടു മീ. ഞാൻ എൻ്റെ ജോലിയിൽ കയറാനുള്ള മെയിൻ റീസൺ അവളാണ്. 5th സ്റ്റാൻഡേർഡിലായിരുന്നു അവൾ. അപ്പോഴാണ് ന്യൂസ് പേപ്പർ കട്ടിങ്ങൊക്കെ നോക്കിയിട്ട് അമ്മ ഇങ്ങനെ ഇരിക്കേണ്ട ആളല്ല, യു ഹാവ് ടു ഗോ ഫോർ എ ജോബ് എന്ന് പറഞ്ഞിട്ട് അവളാണ് ആ വയസ്സിൽ എന്നെ തള്ളിവിട്ടത്. അപ്പം എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, എന്നൊരു പയ്യനെ ഇഷ്ടമാണ് അമ്മ, ഈസ് ഗുഡ്. അപ്പോൾ അവൻ നന്നായിട്ട് പെൻസിൽ സ്കെച്ചൊക്കെ ചെയ്യും. ഗുരുവായൂർ സ്വാമിജിയുടെ ഫോട്ടോ അവൻ സ്കെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായിട്ടാണ് അച്ഛൻ്റെ അടുത്തേക്ക് പോയത്. അച്ഛൻ ഇത് കണ്ടോ, ആരാ വരച്ചതെന്നറിയോ, ഇന്ന ആളാണ്, എനിക്ക് അവൻ്റെ അടുത്ത് ഇഷ്ടമാണ്. അങ്ങനെ വേറൊരു വീട്ടിലെ പയ്യനാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അത്രയും ഫ്രീ ആണ് ആൾ. അമ്മുമ്മ ഉണ്ട് വീട്ടിൽ. അപ്പം അമ്മുമ്മയെ ആദ്യം കയ്യിലെടുത്തു. അമ്മയെന്ന് വെച്ചാൽ ചേട്ടന് ഭയങ്കര ജീവനാണ്. അപ്പോൾ അമ്മമ്മ പറഞ്ഞു രമ്യയെക്കാളും നല്ല പയ്യനാണ് എന്ന് പറഞ്ഞപ്പോൾ അതിലച്ഛൻ ഫ്ലാറ്റ് വീണു. ഞങ്ങൾ പൂർണ്ണത്രയീശ അമ്പലത്തിൽ ഒരു ഉച്ചയ്ക്ക് ഞാനും അച്ഛനും കൂടി ഉത്സവം കാണാൻ പോയി. അന്നേരം ഞങ്ങൾ പുറത്ത് കരിമ്പ് ജ്യൂസ് കുടിക്കാൻ നിൽക്കണമായിരുന്നു. അപ്പോൾ മോൻ വിളിച്ചു പറഞ്ഞു അവിടെ രമ്യ ഉണ്ടെന്ന്. അപ്പോൾ രമ്യയുടെ അടുത്ത് ഞങ്ങൾ എവിടെ നിൽക്കണ സ്പോട്ട് അവൻ പറഞ്ഞു കൊടുത്തു. രമ്യ ഞങ്ങളടുത്ത് ഓടി വന്നു. അങ്ങനെ ഞങ്ങൾ കരിമ്പിൻ ജ്യൂസ് കൊടുത്തിട്ടാണ് പരിചയപ്പെട്ടത് ആദ്യമായിട്ട്. അതിൽ തന്നെ ഒരു മധുരം ഉണ്ടല്ലോ. വേറൊരാളെ ഹാപ്പി ആക്കാൻ എങ്ങനെയാണ് അവളെ കണ്ടുപഠിച്ചാൽ മതി. കാരണം അത്രയ്ക്കും അവളുടെ ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ അവൾക്ക് ഇഷ്ടമുള്ള കുറച്ച് ആൾക്കാരാണ്, അവൾ ഭയങ്കര ക്ലോസ് ആയിട്ട് ഇതാക്കും. ഒത്തിരി എഫേർട്ട് ഓരോ ആൾക്ക് വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു ക്യാരക്ടറാണ് ആളുടെ. ഇപ്പം രമ്യ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഗോ ടു പേഴ്സൺ ആണ്. എന്തിനുണ്ടെങ്കിലും നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റും. അതുപോലെ എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും സങ്കടം ഉണ്ടായിരുന്നത് എൻ്റെ ബ്രേക്കപ്പിലാണ്. ആ ഒരു സമയത്ത് എൻ്റെ കൂടെ ഫുൾ സപ്പോർട്ട് ആയിട്ട് അവളാണ്. കുറേ നാൾ നമ്മൾ അവളെ കണ്ടത് യൂണിഫോമിലും കാഷ്വൽ ഡ്രസ്സിലല്ല. പെട്ടെന്ന് ഇങ്ങനൊരു മാറ്റം, പെട്ടെന്ന് വലുതായ പോലെ തോന്നി. മോസ്റ്റ് ബ്യൂട്ടിഫുൾ ബ്രൈഡ്. സിദ്ധുവും ഞാനും തമ്മിൽ ഒരു 5 years വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ പണ്ട് മുതലേ അങ്ങനെ അടിയൊക്കെ ആയിട്ട്, അതായത് അങ്ങനത്തെ ഒരു ചൈൽഡ്ഹുഡ് ആയിരുന്നു ഞങ്ങൾ തമ്മിൽ. പിന്നെ അവരെ നന്നായിട്ട് വരയ്ക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ എന്നെ അമ്മേനെയൊക്കെ ഞങ്ങൾ അടുക്കളയിൽ നിൽക്കണമെന്നൊക്കെ അവൻ വരച്ചിട്ട് അങ്ങനെ കുറച്ച് നല്ല ഓർമ്മകളൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം എന്നോടാണ് പറഞ്ഞത് ഇങ്ങനെ ഒരു കുട്ടീനെ പരിചയപ്പെട്ടു. ഞങ്ങളുടെ ജൂനിയറാണ്, ഞങ്ങളുടെ സ്കൂളിൽ ഞങ്ങളുടെ ഒരുമിച്ച് പഠിച്ചിട്ട് കാലം മുതൽ എനിക്ക് കുട്ടീനെ കണ്ടിട്ടുണ്ട്. പിന്നെ രമ്യയായിട്ട് സംസാരിച്ച് അങ്ങനെ രമ്യയായിട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. എൻ്റെ ഈശ്വര അടിപൊളി ഫീല്. ടെൻഷൻ ഉണ്ട്. അടിപൊളി അടിപൊളി. 2017 ആദ്യം പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ 2021 ആയപ്പോൾ പിന്നെ ഞങ്ങൾ ക്ലോസ് ആയി. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ ആദ്യം കണ്ടപ്പോൾ തന്നെ എനിക്ക് അറിയായിരുന്നു ഇതാണ് എൻ്റെ സോൾമേറ്റ് എന്ന്. കാരണം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ആക്ച്വലി. എനിക്ക് എന്ത് വന്നാലും ഞാൻ ആദ്യം പറയുന്ന ആള് സിദ്ധു ആണ്. സിമിലാരിറ്റീസ് ഒന്നുമില്ല ഞങ്ങൾ തമ്മിൽ, ഫുൾ ഓപ്പോസിറ്റാണ്. അതാണ് ഈ റിലേഷൻഷിപ്പിലെ ഏറ്റവും വലിയ പ്രത്യേകത. ഷീ വാല്യൂസ് ഓൾ ദ റിലേഷൻഷിപ്സ്, ലൈക്ക് ഫ്രണ്ട്ഷിപ്സ് ആണെങ്കിലും 2-3 പേര് മാത്രമാണെങ്കിലും ഭയങ്കരമായിട്ടും വാല്യൂ ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റിയാണ് രമ്യയുടെ. ആക്ച്വലി പരസ്പരം ഞങ്ങളുടെ ക്യാരക്ടേഴ്സ് 2 പേർക്കും അറിയാം. ഞാൻ എന്ത് ചെയ്യും നെക്സ്റ്റ് മൊമെൻറ്റ്, അവൾ എന്ത് ചെയ്യും നെക്സ്റ്റ് മൊമെൻറ്റ് എനിക്കറിയാം. ഒരാളെ പരിചയപ്പെട്ട അവൾ എങ്ങനെ ഡീൽ ചെയ്യും എല്ലാം എനിക്കറിയാം. സോ അത്രയ്ക്കും ഡീപ്പ് റിലേഷൻഷിപ്പിലാണ്. വളരെ ദീർഘനാൾ ഐശ്വര്യമായിട്ട് സമൂഹത്തിന് മറ്റു പലർക്കും മാതൃകയായിട്ട് നന്മ ചെയ്യുന്നവരായിട്ടും ആവട്ടെ. അതിന് ജഗദീശൻ അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.